2018 പ്രളയ കാലഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒരു തുക കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സാലറി ചലഞ്ച്. ഇപ്പോ മറ്റൊരു സാലറി ചലഞ്ച്. പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഇതിനെതിരെ ഇത് ഒരു നിർബന്ധിത പിരിവാണ് എന്ന് പറഞ്ഞാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഒരു ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കുന്നതിനുള്ള മനസ്സില്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ പോലും അവർ ഈ ഒരു വാദം ഉയർത്തുകയാണ്. എന്താണ് അതിന് പിന്നിൽ? 2018 പ്രളയത്തില് ഒരു മാസത്തെ ശമ്പളമായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടു. അത് എല്ലാ ജീവനക്കാരും കൊടുക്കുകയും ചെയ്തു. കൊടുത്തല്ല, സർക്കാർ അത് എടുക്കുകയായിരുന്നു ചെയ്തു. 80% പേര്. അതെ, കാരണം അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വാദങ്ങൾ വന്നിരുന്നു. ഇപ്പൊ 2018 പിന്നെ കേരളം ആദ്യമായിട്ട് ഇത്രയും വലിയ ദുരന്തം അഭിമുഖീകരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിന് 2 വർഷം മുമ്പ് ഓഖി വന്നിട്ട് ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അന്ന് 3 ദിവസത്തെ ശമ്പളം സർക്കാർ ജീവനക്കാര് മുഖ്യ ദുരിതാശ്വാസത്തിൽ കൊടുത്തിരുന്നു. പക്ഷെ ഓഖിയേക്കാളേറെ വളരെ ഭീകരമായ ഒരു ദുരന്തമായിരുന്നു 2018 ഉണ്ടായത്. കേരളം ആകെ സ്തംഭിച്ച ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും എല്ലാ ജനസമൂഹവും ദുരന്തത്തിൽ പെട്ടവരോടും എല്ലാം നഷ്ടപ്പെട്ടവരോടുമുള്ള ഒരു മനസ്സാണ് കാണിച്ചത്. സ്വാഭാവികമായിട്ടും സർക്കാർ ജീവനക്കാരും അതിനോട് സഹകരിച്ചു. ആവശ്യപ്പെടാതെ തന്നെ കൊടുക്കാൻ സന്നദ്ധരായ ധാരാളം ആളുകളുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, സർക്കാർ പിന്നെ അന്ന് ഈ ഒരു ചലഞ്ച് എന്നുള്ള തരത്തില് ആദ്യമായിട്ട് അപ്പോഴാണ് ഈ സാലറി ചലഞ്ച് ഒരു ടേം എന്ന് പറയുന്ന സംഭവം വരുന്നത്. അത് മറ്റാരോ കോയിൻ ചെയ്ത് പിന്നെ സർക്കാർ അത് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പൊ അന്നും കുറച്ച് വിവാദങ്ങളൊക്കെ ഇരുന്നു. അത് അതിന് ശേഷമാണ്. ആ സമയത്ത് എല്ലാവരും കൊടുത്തെങ്കിൽ പോലും അന്ന് ഗവൺമെന്റ് ഒരു സൗകര്യം ചെയ്യുന്നു ഗഡുക്കളായിട്ട് കൊടുക്കാൻ. എല്ലാവർക്കും ഒറ്റ തവണയായിട്ട് കൊടുക്കാൻ കഴിയില്ല, ഗഡുക്കളായി കൊടുക്കാൻ കഴിയുന്ന സമയം. അന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ സർക്കാർ ജീവനക്കാരും സോമനസാല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് 2019 ഈ ശമ്പള പരിഷ്കരണം വരുന്നത്. ആ ശമ്പള പരിഷ്കരണം ഡ്യൂ ആയിരുന്നു. 1 വർഷം വൈകിയാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ആ പരിഷ്കരണത്തിൽ തന്നെ കുറെ അധികം എതിർപ്പുകൾ ജീവനക്കാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ സർവീസ് വെയിറ്റേജ് കൊടുത്തിട്ടില്ല. അതിന് മുമ്പുള്ള എല്ലാ ശമ്പള പരിഷ്കരണത്തിലും സർവീസ് വെയിറ്റേജ് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സർവീസുള്ള ആളുകൾക്ക് വലിയ ഗുണപ്പെടാതെ പോയ ഒരു പരിഷ്കരണം 2019 നടന്നു. എന്നിരുന്നാലും സംഭവം കിട്ടിയല്ലോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരിലെ 2019 ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ 2018 ഉണ്ടായ മുറിവ് ഈ പരിഷ്കരണം വന്നതോടുകൂടി അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സംഭവം മാറുകയും ചെയ്തു. പക്ഷെ അവിടെ മറുവശവും കൂടി ഉണ്ട്. ഈ വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ ശമ്പള പരിഷ്കരണം തൊട്ടടുത്ത വർഷം നടത്തിക്കൊണ്ട് തന്നെ സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടായെന്ന് സാമ്പത്തിക പറയുന്നുണ്ട്. അതിന്റെ ഒരു മറുവശമാണ്. പക്ഷെ എന്നാലും നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നില്ല. 2019 ശമ്പള പരിഷ്കരണം നടത്തിയതിനു ശേഷം ഇന്ന് വരെ 2024 വരെ നമ്മൾ ഈ സംസാരിക്കുന്നവരെ ആ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ജീവനക്കാർ കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ശമ്പള പരിഷ്കരണം നടക്കുന്ന സമയത്ത് പുതിയ സ്കെയിലുകൾ ഫിക്സ് ചെയ്യും. അപ്പോൾ 2019 മുതലുള്ള അവരുടെ കുടിശ്ശിക കൊടുക്കേണ്ടതാണ്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അന്ന് ഗവൺമെന്റ് പറഞ്ഞത് സാമ്പത്തിക ബാധ്യത ഒരുമിച്ച് തരാൻ കഴിയില്ല, അതുകൊണ്ട് 4 ഗഡുക്കളായിട്ട് ഈ പണം നിങ്ങൾക്ക് തരാം എന്നാണെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയത്. സംഘടനയോട് വാഗ്ദാനം കൊടുത്തു. പിന്നീട് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഗഡുവിന്റെയും സമയം വരുന്ന സമയത്ത് ആ ഗഡുവിന്റെ ഡേറ്റ് നീട്ടുകയായിരുന്നു. അപ്പൊ 1ാമത്തെ കൊടുക്കാൻ കഴിഞ്ഞില്ല, 2 കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അതിനെ ഫ്രീസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ 2019 ശമ്പള പരിഷ്കരണത്തിന്റെ ഗുണം സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് വാസ്തവം. അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോ ഇപ്പൊ 2024 2019 അടുത്ത ശമ്പള പരിഷ്കരണ സമയമായി. ഈ വർഷം 2025 എന്ന് പറയുന്ന അടുത്ത പരിഷ്കരണത്തിന്റെ സമയമാണ്. കിട്ടിയിട്ടില്ല. അപ്പൊ പരിഷ്കരണത്തിന്റെ ഇവിടെ രീതി വെച്ച് 5 വർഷമാണല്ലോ നമ്മുടെ നാട്ടിൽ പരിഷ്കരണം ചെയ്യുന്നത്. അത് വെച്ചാൽ 2025 നടക്കേണ്ടതാണ്. അപ്പോ ഒരു ഡ്യൂ നിൽക്കുന്നുണ്ട്. 2019 ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല. ഒരു ഗഡുവിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ. അപ്പോഴാണ് ഇവിടെ അടുത്ത ആവശ്യം വരുന്നത്. അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കണം. പിന്നെ എന്താണ് ശമ്പള പരിഷ്കരണം നടത്തുന്ന ആവശ്യം. കമ്മീഷൻ ബജറ്റ് കാര്യമില്ല. നേരത്തെ തന്നെ കുടിശ്ശിക കിട്ടാതിരിക്കുമ്പോൾ പ്രസക്തിയില്ല. പക്ഷെ അത് ജീവനക്കാരുടെ ഒരു രീതിയാണ്. കാര്യം അവർക്ക് ആവശ്യപ്പെട്ടേ മതിയാവും. കുടിശ്ശിക തന്നിട്ട് ഇത് മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ശമ്പള പരിഷ്കരണമേ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് സ്വയം അവരുടെ ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡ് ന്യായം.
പക്ഷെ സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ സംബന്ധിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നം. അതായത് ഈ കുടിശ്ശിക കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. പിന്നെ ഈ ശമ്പള നടത്തിയതിനു ശേഷം ഇന്നേ വരെ ആകെ കൊടുത്തിട്ടുള്ളത് 9% DA, വെറും 9%. ഇവർക്ക് ഇനി കുടിശ്ശികയിൽ കിടക്കുന്നത് 16%. ഈ 9% 2%, 7% ഉണ്ടായിരുന്നത് എത്രയോ വർഷം പരിഷ്കരണത്തിന് 7% ഈ കഴിഞ്ഞ ഏപ്രിലാണ് 2% അനുവദിച്ചത്. അത് 2021 2021 DAയുടെ 2% ഈ 2024 ഏപ്രിൽ കൊടുക്കുന്നത്. അപ്പൊ DA എന്ന് പറയുന്നതിന് തന്നെ അതിന്റെ ഒരു സ്വഭാവത്തെ തന്നെ ഒരു പരിഹസിക്കുന്ന തരത്തിലേക്ക് മാറി. വിലസൂചി അനുസരിച്ചിട്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ സർക്കാരിന് സർവ്വവിധ പിന്തുണയും റീബിൽഡ് വയനാടിലേക്ക് അവർ ഉറപ്പാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ സംഘടനകൾ പറയുകയാണ് ഞങ്ങൾ ഈ സാലറി ചർച്ചയിൽ പങ്കാളിയാകില്ല. അതാണ് ആ വൈരുദ്ധ്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, ആ വൈരുദ്ധ്യത്തിന്റെ മറ്റൊരു വശമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അവർ എതിർക്കുന്നു എന്നുള്ളതിന്റെ റീസണിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ 7% കൊടുത്തിരുന്നത് DA, 2% ഏപ്രിൽ കൊടുത്തു. അപ്പൊ 9%, ഇനി 16% പെൻഡിങ്ങാണ്. അതായത് വിലസൂചിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സർക്കാർ ജീവനക്കാർക്ക് എന്ത് കൊടുക്കുന്നത്? DA പ്രൊവിഷൻ. പെൻഷൻകാർക്ക് DR എന്നുള്ള പേരിൽ അവർക്കും കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കൃത്യമായി അവരുടെ ജീവനക്കാർക്ക് DA കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ DA നിഷേധിക്കുന്ന ഒരു സമീപനം. ഈ 2% കൊടുത്തപ്പോഴും ബാക്കിയുള്ള നിങ്ങളുടെ കുടിശ്ശിക എപ്പോൾ തരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. 2% തരും, ഇല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ ഓരോ പ്രാവശ്യവും കുടിശ്ശികയുള്ള 2 വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പറഞ്ഞതല്ല, അത് ഈ 2% കൊടുക്കുകയും അതിനുശേഷം എന്താണ് ഇനി സർക്കാർ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടില്ല. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 DA വെച്ചാൽ 2024 ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. അതിനുശേഷം ഉപ്പോട്ട് കർപ്പൂര വരെ സാധനങ്ങൾക്ക് വില കൂടി. ഒന്ന്, സർക്കാർ എല്ലാത്തിന്റെയും സേവന നികുതികൾ കൂട്ടി. വെള്ളക്കാരൻ മുതൽ വീട് വയ്ക്കുമ്പോഴുള്ള പെർമിറ്റ് ചാർജ് വരെ എല്ലാം കൂടി, സർവ്വതിനും വില കൂട്ടി. സർക്കാർ ആകട്ടെ അവരുടെ ധൂർത്ത് കുറയ്ക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഈ 2021 കിട്ടിയ DA ഈ സമയത്ത് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ശമ്പളത്തിൽ ഒരു വർധന വരുന്നില്ല. ആകെ ഇൻക്രിമെന്റ് വർധനമല്ലാതെ മറ്റൊരു വർധനം കിട്ടുന്നില്ല. വർഷാവർഷം കിട്ടേണ്ട DA കൊടുക്കുന്നില്ല. വർഷത്തിൽ 2 DA വരേണ്ടത്. അപ്പോ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് കിട്ടുന്നു, സംസ്ഥാനത്തെ ജീവനക്കാർക്ക് നിഷേധിക്കും. അത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരു അസംതൃപ്തി ജീവനക്കാരിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ടുണ്ട്. ആ അസംതൃപ്തിയുടെ എന്താ പറയാ ഒരു റിഫ്ലക്ഷനാണ്. കൂടാതെ മറ്റു ലോഡുകളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. പിന്നെ എവിടെ തൊട്ട് കൊടുക്കും എന്നുള്ളതായിരിക്കും അവർ ചോദിക്കുന്നത്. ആ അസംതൃപ്തി റിഫ്ലക്ഷനാണ് ഇപ്പോ ഇവര് ഈ ചലഞ്ച് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോ മുഖം തിരിക്കാനല്ല, അവർ അതിനോട് ചെറിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് അതിന് നിർബന്ധിതമായിട്ടാണോ ഇപ്പൊ 5 ദിവസത്തെ എന്ന് പറയുന്നത്? അല്ല, ഇതില് എനിക്ക് 7 ദിവസത്തെ കൊടുക്കണം, അല്ലെങ്കിൽ 10 ദിവസത്തെ എനിക്ക് കൊടുക്കണം, എന്നുള്ള സാധ്യതയുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു, ഈ സർവീസ് സംഘങ്ങളോട് ചർച്ച നടത്തിയിരുന്നു. അന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ട 7 ദിവസം ശമ്പളം കൊടുക്കണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷെ ആ സംഘടനയിൽ ആ ചർച്ചയിൽ ഈ സർക്കാർ അനുകൂലമല്ലാത്ത സംഘടനകൾ അവര് പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, 7 ദിവസം ശമ്പളം തരാൻ നിർവാഹമില്ല. അങ്ങനെയാണ് 5ലേക്ക് വരുന്നത്. 5 ദിവസത്തെ ശമ്പളം തന്നെ വരുന്നത്. അപ്പോഴും ചില കണ്ടീഷൻസ് സംഘടനകൾ വെച്ചിരുന്നു. ഒന്ന്, ഇത് ഓപ്ഷൻ നൽകണം. 5 ദിവസത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ എല്ലാവരും 5 ശമ്പളം ആഗ്രഹിക്കുന്നു. എല്ലാ ജീവനക്കാർക്കും ഒരുപക്ഷെ 5 ദിവസം കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അത്രയ്ക്ക് ശമ്പളം, ആ നിലവാരത്തിലുള്ള ശമ്പളം ലഭിക്കാത്ത ആൾക്കാരായിരിക്കാം. നിലവാരത്തിൽ വലിയ ശമ്പളം ബാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, എനിക്ക് എന്ത് ലയബിലിറ്റി ഉണ്ടെന്ന അടിസ്ഥാനത്തിലാണ് എനിക്ക് അടുത്ത് ശമ്പളം കൊടുക്കാൻ കഴിയുന്നത്. പക്ഷെ അതിന്റെ മറപറ്റി പലരും കൊടുക്കാതിരുന്നാലോ എന്നുള്ളതാണ് ഈ സർക്കാർ 5 ദിവസം അത് വാശി പിടിക്കാൻ അങ്ങനെ കൂടി. അല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുതല്ലോ. ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അല്ല, സ്വന്തം ജീവനക്കാരെ അവിശ്വസിക്കുന്ന ഒരു സർക്കാർ തന്നെ ശരിയല്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അല്ല, അങ്ങനെ ഈ ഇത്തരം ഇതില് കൊടുക്കാത്തവരുണ്ടാവും എന്നുള്ള, അത് രാഷ്ട്രീയമായി പോലും അങ്ങനെ ഒരു മാറി നിൽക്കുന്ന സമീപനം കാണിക്കുന്നവരായിരിക്കില്ല മലയാളികൾ. അപ്പൊ പിന്നെ സർക്കാരിന്റെ ഈ 5 ദിവസത്തെ നിർബന്ധിത ഉത്തരവിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? ഇതില് അവര് ഒന്നെന്ന് പറഞ്ഞാല് സർക്കാരിന്റെ ഒരു പിടിച്ചു പറിക്കുന്ന മനോഭാവം. ഇത് 2018 നമ്മൾ കേട്ടതാണ്. അതെ, ഇത് ഒരാണെങ്കിൽ ദുരന്തത്തെ സഹായിക്കാന്ന് പറഞ്ഞ ഒരു തരത്തിൽ ചാരിറ്റിയും കൂടിയാണ്. ഇപ്പൊ ഞാൻ സുമനസാലെ ഒരാൾക്ക് ഇതിനൊരു സഹായം നൽകാം, എനിക്ക് സമ്പത്ത് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തീരുമാനിക്കുക. ഒരാൾക്ക് നമ്മൾ സഹായം കൊടുക്കാൻ ഞാൻ സുമനസാല നിൽക്കുന്ന ഒരു സാധനം. സാർ എന്നോട് നിർബന്ധിക്കാനേ ഇയാൾക്ക് കൊടുക്കും എന്ന് പറയുന്നതും ഞാൻ സുമനസാല രണ്ടും രണ്ടാണ്. ഇവിടെ സർക്കാർ ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആജ്ഞാപിക്കുക, നിങ്ങൾ ഇത്ര രൂപ ഇന്ന പരിപാടിക്ക് വേണ്ടി കൊടുക്കണം. നിയമപരമായ നിലനിൽപ്പുണ്ടോ? നിലനിൽപ്പില്ലല്ലോ. കാര്യം 2018 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ പോയി. എല്ലാം ജീവനക്കാർക്ക് അനുകൂലമായി വന്നതാണ്. ശമ്പളം പിടിച്ചെടുക്കൽ എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല.
അത് നിയമവിരുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം തുടക്കത്തിലെ മുഖ്യമന്ത്രി ചർച്ച തയ്യാറായത്. കഴിഞ്ഞ പ്രാവശ്യം ഇതില്ലായിരുന്നു. ഈ ചർച്ച തയ്യാറായതുകൊണ്ടാണ്. എന്നിട്ട് ഈ കണ്ടീഷൻസ് എല്ലാം നേരത്തെ ഇവർ പറഞ്ഞ കണ്ടീഷൻസ് ഇപ്പൊ എനിക്ക് 3 ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? അതിനുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കണം. അപ്പൊ ഇത് സ്പാർക്ക് എന്ന് പറയുന്ന ജീവനക്കാരുടെ ശമ്പള സോഫ്റ്റ്വെയർ വഴിയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് 5 ദിവസമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ അതിന് ഓപ്ഷൻ ഇല്ല. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് 2 ദിവസമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ഓപ്ഷൻ ഇല്ല. ചിലർക്ക് കൂടുതൽ കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടാവും. ഒരു 10 ദിവസം ശമ്പളം കൊടുക്കാവുന്ന അതിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 5 ദിവസം അങ്ങനെ കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർ കോമ്പൻസേറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ പല ആൾക്കാരുണ്ടാവല്ലോ. കൂടുതൽ കൊടുക്കാൻ ശേഷിയുള്ളവരുണ്ടാവും, തീരെ കൊടുക്കാൻ ശേഷിയില്ലാത്ത ആളുകളുണ്ടാവും. അപ്പൊ അത്തരത്തിലൊരു ഓപ്ഷനാണ് സംഘടനകൾ ആവശ്യപ്പെട്ടത്. ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കൂ സ്പാർക്കിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും അവരവരെ കഴിയുന്ന സംഭവങ്ങൾ ചെയ്യും. ഇതിപ്പോ അതിന് പകരം നിങ്ങൾ 5 ദിവസം ശമ്പളം തന്നേ മതിയാവും എന്ന് പറയുമ്പോൾ ഒരു തരം പിടിച്ചുപറിയുടെ ഒരു സ്വഭാവം അതിനുണ്ട്. അത് ഈ എന്താണ് ദുരന്തത്തിനെ മോന്തിരിച്ചിട്ടല്ല, മറിച്ച് അവർ ഈ മുണ്ടുമുറി കൊടുത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ സർക്കാർ ജീവനക്കാർ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ 5 ദിവസം ശമ്പളം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് സംഭവം ഉണ്ടാവും. പറഞ്ഞിട്ട് കഥയില്ല. അപ്പൊ അവിടെ സർക്കാർ ചെയ്യേണ്ടത് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, സാമ്പത്തിക അവസ്ഥയും കൂടെ മനസ്സിലാക്കി വേണമായിരുന്നു ഇക്കാര്യത്തിൽ ഇടപെടേണ്ടിയിരുന്നത്. അപ്പൊ അത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കപ്പെടുമെന്ന് ചിന്തിക്കാം. ആൾക്കാർ കൊടുക്കാതിരിക്കുന്ന മനസ്സുള്ള ആൾക്കാരല്ല കേരളീയർ, വിശേഷിച്ച് സർക്കാർ ജീവനക്കാർ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസം ശമ്പളം മുതൽ ഈ സോഫ്റ്റ്വെയറിൽ ഈ പൈസ ഡിഡക്ട് ചെയ്യാനായിരുന്നു തീരുമാനം. പക്ഷെ ഇപ്പോ അത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ വിവരം. വേറെ സ്പാർക്കിൽ അത് ശരി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പൊ ഈ തർക്കം വന്നുകൊണ്ടാണോ എന്നറിയില്ല. സ്വാഭാവികമായിട്ടും ചിലർക്ക് കോടതി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും ഒരാളെ സഹായിക്കുന്നതിന്റെ പേരിൽ വീണ്ടും തർക്കങ്ങളും വിതർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെയല്ല സർക്കാർ ചെയ്യേണ്ടത്. ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ സുമനസ്സാരെ സഹായിക്കുകയും അവനെ കൈപിടിക്കുകയാണ് സമൂഹം. അതിന് ഒരു ഭാഗത്തിനെ വെറുപ്പിച്ചുകൊണ്ടല്ല മറ്റൊരു ഭാഗത്തിനെ സഹായിക്കേണ്ടത്. അതൊരു ശരിയായ നടപടിയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സമന്വയത്തിന്റെ പാതയിലേക്ക് ഇരുകൂട്ടരും വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.